ഹലോ ഗൈസ്, അനിമൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വാഗബോണ്ടിൻ്റെ ചാപ്റ്റർ 8 മലയാളം എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഇനി സമയം കളയാതെ നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. കാട്ടിലിരുന്ന് വിറക് ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കാണിച്ചുകൊണ്ടാണ് ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പോൾ ഒരു കാൽപെരുമാറ്റം കേട്ടിട്ട് അങ്ങോട്ടേക്ക് നോക്കി ആരെയോ കണ്ട് അയാൾ ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. അപ്പോൾ അയാൾ കണ്ടത് നമ്മുടെ ടക്കേസോയാണ്. അവൻ മിയാമോട്ടോ വില്ലേജിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ദൂരെ നിന്ന് ആ വില്ലേജിലേക്ക് ഇങ്ങനെ നോക്കി അവൻ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് അമ്മൂമ്മേ, ഒട്സു, നമ്മുടെ മത്തഹാച്ചി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന്. അപ്പം നമ്മൾ ആദ്യം കണ്ട ആ കാട്ടിൽ വിറക് ശേഖരിച്ചുകൊണ്ടിരുന്ന ആള് അമ്മൂമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി വരികയാണ്. അപ്പോൾ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മൂമ്മയെ നമുക്ക് കാണാം. അവരപ്പോൾ അയാളോട് ചോദിക്കുന്നുണ്ട്, ഹൈറ്റാ, ഇന്നത്തെ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞോ, നീ എന്താ നേരത്തെ വന്നതെന്ന് ചോദിക്കുന്നു. അപ്പൊ അയാൾ അമ്മൂമ്മയോട് പറയുന്നുണ്ട്, പണിയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ടെന്ന്. ഇത് കേട്ടതും അവരവന്റെ ചെവിക്കുറ്റി തീർത്തൊരു അടി കൊടുക്കുന്നുണ്ട്. അവര് പറയുകയാണ്, നമ്മൾ ഹോനിതൻ കുടുംബക്കാരെന്ന് പറഞ്ഞ വളരെ കഠിനാധ്വാനികളാണെന്ന് നിനക്കറിയത്തില്ലേ, അപ്പൊ അങ്ങനെയുള്ള നമ്മളുടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാനാണോ നീ ഇങ്ങനെ പണിയുന്ന ഉഴപ്പി നടക്കുന്നതെന്ന് അവർ ചോദിക്കുന്നു. ഹോനിതൻ കുടുംബം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരു മത്തഹാച്ചിയുടെ അമ്മയോ അമ്മൂമ്മയോ ആണ്. ഉടനെ ഈ അടി കൊണ്ട ഹെയ്റ്റാന്ന് പറഞ്ഞവൻ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് കാട്ടിൽ വിറക് ശേഖരിച്ചുകൊണ്ടിരുന്നപ്പോൾ ടക്കേസോയെ കണ്ടെന്ന്. അപ്പൊ ഇത് കേട്ടത് ഈ അമ്മൂമ്മ ഞെട്ടുന്നുണ്ട്. അവര് സത്യമാണോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നു. എന്നിട്ട് അവരവരുടെ വീട്ടിലേക്ക് മത്തഹാച്ചി മത്തഹാച്ചി എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഓടിച്ചെല്ലുകയാണ്. എന്നിട്ട് അവരുടെ വീടിന്റെ മുന്നിൽ ഇരിക്കുന്ന പണിക്കാരോട് ചോദിക്കുന്നു, മത്തഹാച്ചി തിരിച്ചു വന്നോ? അപ്പൊ അവര് പറയുന്നുണ്ടേ, ഇല്ല, ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന്. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് അമ്മൂമ്മ അങ്ങ് ഡെസ്പായി. അപ്പൊ അവിടെ ഇരുന്നതിൽ ഒരു പണിക്കാരൻ പറയാണ്, അമ്മൂമ്മയെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഇതിപ്പോ 1 വർഷമായില്ലേ, മത്തഹാച്ചി ഇനി തിരിച്ചു വരുമെന്നൊക്കെ ഓർത്തി കാത്തിരിക്കുന്നത് നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളതെന്ന് അയാൾ പറയുന്നു. ഉടനെ അവരെ കയ്യിലിരുന്ന വടിയെടുത്ത് അവന്റെ ചെവിക്കുറ്റിക്കും കൊടുത്തൊരടി. ഉടനെ അവൻ ചോദിക്കുന്നുണ്ട്, ഇത് എന്തിനാ ഇപ്പൊ എന്നെ അടിച്ചതെന്ന്. ഉടനെ തള്ള പറയുകയാണ്, മത്തഹാച്ചിയോടൊപ്പം യുദ്ധത്തിന് പോയ ഷിൻമെൻ ടക്കേസോ മിയാമോട്ടോയിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ എന്റെ മത്തഹാച്ചി എന്തായാലും അവന്റെ കൂടെ കാണുമെന്ന്. അപ്പൊ ആ അടി കൊണ്ടവൻ ഇത് കേട്ടിട്ട് ഞെട്ടുന്നുണ്ട്, ഷിൻമെൻ ടക്കേസോ തിരിച്ചു വന്നു. ഉടനെ ആ തള്ള ആ പണിക്കാരെ എല്ലാം തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുകയാണ്. പെട്ടെന്ന് പോയി അവരെ കണ്ടെത്ത്, അവരെ എവിടുന്നേലും കണ്ടുപിടിച്ചോണ്ട് പോവാന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ആ തള്ള ഇങ്ങനെ വീടിന്റെ തിണ്ണയിലിരുന്ന് ആലോചിക്കുകയാണ്, എന്റെ മത്തഹാച്ചിയുടെ കാര്യം മറന്നു കളയണമെന്ന് പറയാൻ അവന്മാർക്ക് എന്നാലും എങ്ങനെ തോന്നി. എന്തായാലും ഈ സന്തോഷ വാർത്ത ഉടനെ തന്നെ മത്തഹാച്ചി കല്യാണം കഴിക്കാനിരിക്കുന്ന ഒട്സുവിനോട് പോയി അറിയിക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ആ വീടിനടുത്തുള്ള പൊന്തക്കാട്ടിൽ നിന്ന് 2 കണ്ണുകൾ ഇവരെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് കാണാം. അതെന്തായാലും ടക്കേസോ തന്നെയാണ്. അപ്പൊ ഈ തള്ള എവിടെ ഇരുന്നിട്ട് എന്റെ മത്തഹാച്ചി ജീവനോടെ ഉണ്ടാവണേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതേപോലെ ആ ഷിൻമെൻ ടക്കേസോ അവനെ യുദ്ധത്തിന് വലിച്ചഴിച്ചോണ്ട് പോയില്ലായിരുന്നെങ്കിൽ അവനിപ്പോ ഒട്സുവിനെയും കല്യാണം കഴിച്ച് ഈ ഹോനിതൻ കുടുംബത്തിന്റെ അനന്തരാവകാശിയായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടായേനെന്നും ആ ടക്കേസോ ഇപ്പൊ എന്റെ മത്തഹാച്ചിയെ കൊണ്ടല്ല വന്നിരിക്കുന്നതെങ്കിൽ ഞാനത് ഒരിക്കലും ക്ഷമിക്കില്ല എന്നൊക്കെ അവരിങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന ആ കാട്ടിലിരിക്കുന്ന ടക്കേസോ ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. അപ്പൊ ആ തള്ള അവിടുന്ന് എഴുന്നേറ്റ് ഷിൻമെൻ കുടുംബത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ടക്കേസോ അവന്റെ വീട്ടിലുണ്ടെങ്കിൽ അവിടെ ചെന്ന് കാര്യങ്ങൾ തിരക്കാവല്ലോ. അപ്പൊ 2 സാമുറായികൾ ഇവരെ പാസ് ചെയ്യുന്നു. അവരാരെയോ തിരയുകയാണ്. അപ്പൊ ഇവരും ചിന്തിക്കുന്നുണ്ട്, ഇവന്മാരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കും. പിന്നെ നമ്മളെ കാണിക്കുന്നത് ടക്കേസോയുടെ വീടാണ്. അപ്പൊ അവിടേക്ക് ഈ തള്ള വന്നപ്പോ അവിടെയും കുറെ സാമുറായികൾ നിപ്പുണ്ട്. അപ്പൊ ഇവന്മാരവിടെ കൂടി നിന്ന് പറയുന്നുണ്ട്, അവൻ ഇവിടെ ഇല്ല, അവൻ ഇതുവരെ വീട്ടിലെത്തിയില്ലെന്ന് തോന്നുന്നു, ഇവൻ പിന്നെ എവിടാ ഒളിച്ചിരിക്കുന്നതെന്നൊക്കെ. അപ്പൊ ഇവര് തള്ളയെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മൂമ്മ, എന്ത് വേണം, നിങ്ങൾ ഷിൻമെൻ കുടുംബത്തിലെ അംഗമാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഇവര് പറയുകയാണെ, ഒരിക്കലും അല്ല, ഞാൻ ഈ പുഴയ്ക്കപ്പുറം ഉള്ള ഒരു ജെൻട്രി ഫാമിലിയുടെ റിട്ടയർഡ് ഹെഡ് ആണെന്ന് പറയുന്നുണ്ട്. ഈ ജെൻട്രി എന്ന് പറയുമ്പോൾ അന്നത്തെ നോബിൾസ്, പ്രഭുക്കന്മാരുടെ ക്ലാസ്സിന് തൊട്ട് താഴെയുള്ള ക്ലാസ്സിലെ ആൾക്കാർക്ക് വിളിക്കുന്ന പേരായിരുന്നു. അപ്പോൾ അന്നത്തെ ഉയർന്ന സ്റ്റാറ്റസ് ഉള്ള ഒരു കുടുംബമായിരുന്നു ഇവരുടെ ഈ ഹോനിഡൻ. അപ്പൊ ഈ തള്ള സാമുറായ്സിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. അപ്പൊ അവര് പറയുകയാണ്, ഞങ്ങൾ ടക്കേസോ എന്ന് പറഞ്ഞ ഒരുത്തന്റെ പുറകെയാണെന്ന്. എന്താ, അവൻ എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ചോ നീ തള്ള ഇവരോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവര് പറയുകയാണ്, മിയാമോട്ടോയുടെ ബോർഡറിലുള്ള ഗേറ്റ് തകർത്താണ് അവൻ അകത്തേക്ക് വന്നത്, അതേപോലെ ഞങ്ങളുടെ കൂട്ടത്തിലെ 2 പേരെ അവൻ കൊന്നു കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. പിന്നെ യുക്കിറ്റയുടെ ആളാണ് അവനെന്നൊരു വിവരം കിട്ടിയിട്ടുണ്ടെന്നും അവർ പറയുന്നു. സെക്കിഗഹാര യുദ്ധത്തിൽ തോറ്റ പക്ഷത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ഡൈമ്യോ ആയിരുന്നു ഈ യുക്കിറ്റ ഹൈഡെ. സെക്കിഗഹാര യുദ്ധത്തെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ഫാക്ട്സ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ തള്ള ഇപ്പൊ സാമുറായ്സിനോട് ചോദിക്കുന്നു, ഈ ടക്കേസോ ഒറ്റയ്ക്കാണോ വന്നതെന്ന്. അപ്പൊ അവർ അതേന്ന് പറയുന്നു. ഉടനെ ഈ തള്ള വീണ്ടും ചോദിക്കുന്നു, അപ്പൊ എന്റെ മകൻ ഹോനിതൻ മത്തഹാച്ചി അവന്റെ കൂടെ ഇല്ലേ എന്ന്. അവന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, അവൻ ഒറ്റയ്ക്കായിരുന്നു നീ സാമുറായ്സ് വീണ്ടും പറയുന്നു. ഇത് കേട്ടപ്പോഴത്തേക്ക് തള്ളക്ക് ആകെ കലിപ്പിളകി. ആ ഒന്നിനും കൊള്ളാത്ത ടക്കേസോ അവനിങ്ങോട്ട് ഒറ്റയ്ക്ക് വലിഞ്ഞു കയറി വന്നിരിക്കുന്നു, എന്ത് വൃത്തികെട്ട പണിയാവൻ കാണിച്ചതെന്നൊക്കെ അവരവിടെ ഇരുന്ന് ചിന്തിക്കുന്നു. സാമുറായ്സ് അപ്പൊ ഈ തള്ളയോട് ചോദിക്കുന്നുണ്ടോ, നിങ്ങളുടെ
ടക്കേസോയുടെ മകനും അപ്പൊ സെക്കുഹാര യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടല്ലേ? ഓ, ഭയങ്കര ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു വാർത്തയാണല്ലോ. അവന്റെ കാര്യം എന്തായാലും മറക്കുന്നതാണ് നല്ലതെന്ന് ഇവരും ഈ തള്ളയോട് പറയുകയാണ്. അപ്പൊ ഇവരാണെങ്കിൽ അവിടെ ഇരുന്ന് പറയാണ് എല്ലാ ടക്കേസോയുടെ തെറ്റാ, അവനാ മത്തഹാച്ചിയെ വലിച്ചഴച്ച യുദ്ധത്തിന് കൊണ്ടുപോയതെന്നൊക്കെ പറയുന്നു. അപ്പൊ ആ സാമുറായ്സ് ഒരു ടീമിനെ ഇവിടെ ടക്കേസോയുടെ വീടിനെ മുന്നിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളവർ മുന്നോട്ട് പോവാണ്. ഇൻ കേസ് ടക്കേസോ വീട്ടിലേക്ക് വന്നാൽ ഇവിടെ ആള് വേണമല്ലോ. ഉടനെ ആ സാമുറായ്സിനോട് ആ തള്ള പറയുന്നുണ്ട്, സാറുമാരെ നിങ്ങൾക്കത്ര എളുപ്പത്തിൽ ആ ടക്കേസോയെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ സാമുറായ്സ് ഇവരോട് ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെയെന്ന്. അപ്പൊ അവര് പറയാണ്, നിങ്ങൾ ഈ കിളവിയുടെ ഉപദേശം കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറയുന്നു. അപ്പൊ ആ കൂട്ടത്തിലെ ബാക്കി 3 സാമുറായ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരപ്പോ പറയുന്നുണ്ട് സന്ധ്യയ്ക്ക് മുമ്പ് അവനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ഗ്രാമത്തിൽ പെട്ടുപോകും. അപ്പൊ ഇവർക്ക് ഈ ഗ്രാമത്തിലൊന്നും നിൽക്കാൻ ഒരു താല്പര്യവും ഇല്ല. അപ്പൊ ഇവരുടെ എതിരെ ഒരു പെൺകുട്ടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇവരിങ്ങനെ തിരിഞ്ഞ പെണ്ണിനെ ഇങ്ങനെ നോക്കുന്നു. അവളാണെങ്കിൽ കയ്യിൽ ഒരു പൂക്കൂടെയൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ നടന്നു പോവാണ്. നമ്മൾ കുറച്ചും കൂടി ക്ഷമ കാണിച്ചാലേ അവനെ പിടിക്കാൻ പറ്റൂ, ഈ ടക്കേസോ ഭയങ്കര കണ്ണിങ് ആണെന്നൊക്കെ ഈ സാമുറായ്സ് ഇങ്ങനെ പറയുന്നുണ്ട് പരസ്പരം. അപ്പൊ ഈ സാമുറായ്സ് പോകുന്നത് പൊന്തക്കാടിനുള്ളിൽ നിന്ന് ടക്കേസോ ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്ന മത്തഹാച്ചിയുടെ അമ്മയും ആ ടക്കേസോയുടെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന സാമുറായ്സും കൂടി ഇങ്ങനെ സംസാരിക്കുന്നതാണ്. അപ്പൊ യുവമാർ ഈ തള്ളയോട് പറയാണ്, ആ ടക്കേസോ ഭയങ്കര ശക്തനാണ്, ഞങ്ങൾ അവനെ പിടിക്കാൻ ദിവസങ്ങളായിട്ട് പുറകെ നടക്കുകയാണ്, പക്ഷെ യാതൊരു ഗുണം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ഇത് കേട്ടിട്ട് ഈ തള്ള പറയുന്നുണ്ട് അതിൽ വലുതായിട്ട് അത്ഭുതപ്പെടാനൊന്നുമില്ല, കാര്യം 13 വയസ്സുള്ളപ്പോ ഈ ടക്കേസോ അവനേക്കാളിലും പ്രായത്തിന് മൂത്ത നല്ലൊരു ഒത്ത മനുഷ്യനെ കൊന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഈ സാമുറായ്സ് ഇത് കേട്ടിട്ട് ഞെട്ടുന്നുണ്ട്. അവര് പറയുന്നുണ്ട് പിന്നെ വെറുതെ കള്ളം പറയല്ലേ, 13ാമത്തെ വയസ്സിലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവര് പറയുന്നുണ്ട് ഞാൻ കള്ളമൊന്നും അല്ല പറഞ്ഞേ, ടക്കേസോ കൊന്ന ആ മനുഷ്യൻ ഭയങ്കര ഒരു അഭ്യാസിയായിരുന്നു, എന്നിട്ടും ടക്കേസോ അയാളെ ഇടിച്ച് ചതച്ചെന്ന്. പിന്നെ അവര് പറയുന്നു പ്രായം കൂടുന്തോറും ടക്കേസോയുടെ ഈ ക്രൂരമായിട്ടുള്ള സ്വഭാവം കൂടിക്കൂടി വന്നു, അങ്ങനെ ഒടുവിൽ അവൻ എന്റെ മോനെ ആ യുദ്ധത്തിന് വലിച്ചഴിച്ചോണ്ട് പോയെന്ന്. എന്റെ മത്തഹാച്ചി മരിച്ചിട്ട് ഈ നാറി മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു എന്നൊക്കെ ചോദിച്ച് ഇവരിങ്ങനെ ദേഷ്യം അടക്കി പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അവർ ഒരു സാമുറായിയുടെ ചെവി ഇങ്ങനെ പിടിച്ചിട്ട് പറയാണ് ഇങ്ങോട്ട് വന്ന ഒരു രഹസ്യം പറയട്ടെ എന്ന്. എന്നിട്ട് അവർ എന്തൊക്കെയോ കുരുട്ട് ബുദ്ധി അയാളുടെ ചെവി പറയുന്നുണ്ട്. ഇപ്പൊ ആ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന മറ്റേ സാമുറായി ഗ്രൂപ്പ് അവിടെ വേറൊരു ഡെഡ് ബോഡി കൂടെ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ട് ടക്കേസോ വീണ്ടും ഒരു കൊലപാതകം കൂടെ നടത്തിയിരിക്കുന്നു. ആ ഡെഡ് ബോഡിയിൽ തൊട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഇതുവരെ ചൂട് വിട്ടുപോയിട്ടില്ല. അപ്പൊ ഇപ്പോഴാണ് കൊല നടത്തിയത്. അപ്പൊ ടക്കേസോ അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന് ഓമാര് പറയുന്നു. അപ്പൊ ഇവർ ഈ ശവശരീരത്തിന്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇവരെ പാസ് ചെയ്തു പോയ പെൺകുട്ടി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അവളാകെ അങ്ങ് പേടിച്ച് മുന്നോട്ട് നടക്കുകയാണ്. ഉടനെ അവളുടെ മുന്നിലേക്ക് ഒത്സു എന്ന് വിളിച്ചുകൊണ്ട് ആ കാട്ടിൽ നിന്ന് നമ്മുടെ ടക്കേസോ ചാടി വീഴുകയാണ്. അപ്പൊ ഇതാണ് മത്തഹാച്ചി കല്യാണം കഴിക്കാനിരിക്കുന്ന ഒത്സു. അപ്പൊ അവള് പെട്ടെന്ന് ഈ ടക്കേസോയെ കണ്ട ഷോക്കിൽ അവിടെ കിടന്ന് അലറുന്നുണ്ട്. ഉടനെ ടക്കേസോ തിരിച്ച് ആ കാട്ടിലേക്ക് കയറി പോന്നു. അപ്പൊ ഈ ഒത്സുവിന്റെ സൗണ്ട് കേട്ട് അവിടെ നിന്ന് സാമുറായ്സ് അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. നിനക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ നോമാര് ചോദിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട് അത് അവനല്ലേ അങ്ങോട്ട് ഓടിയത്, പിടിക്കവനെ എന്ന് പറഞ്ഞിട്ട് അവരും ടക്കേസോയുടെ പുറകെ ആ കാട്ടിലേക്ക് ഓടുകയാണ്. അപ്പൊ ഒട്സു ആണെങ്കിൽ ടക്കേസോ എന്ന് പറഞ്ഞിങ്ങനെ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വെച്ച് ചാപ്റ്റർ 8 അവസാനിക്കുകയാണ്. അടുത്ത ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.